നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ സർക്കാർ വലിയൊരു ജനകീയ നീക്കത്തിനാണ് ബഡ്ജറ്റിലൂടെ തയ്യാറെടുക്കുന്നത്. ജനുവരി 3-ാം വാരത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ സാധാരണക്കാരെ നേരിട്ട് സ്വാധീനിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാഷ്ട്രീയമായും സാമൂഹികമായും നിർണായകമായ പ്രഖ്യാപനങ്ങളായിരിക്കും ഇത്തവണ ബഡ്ജറ്റിന്റെ മുഖ്യ ആകർഷണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇത് ആദ്യമായല്ല സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഒക്ടോബർ മാസത്തിൽ സർക്കാർ വലിയൊരു ക്ഷേമ പെൻഷൻ വർധനവാണ് പ്രഖ്യാപിച്ചത്. 1600 രൂപയായി ലഭിച്ചിരുന്ന ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000 രൂപയാക്കി ഉയർത്തി. ഇതിനു വേണ്ടി മാത്രം ഏകദേശം 13,000 കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചത്. വയോധികർ, വിധവകൾ, ഭിന്നശേഷിക്കാർ അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ തീരുമാനം നേരിട്ട് ആശ്വാസമായി. ഇതിനു പുറമെ സാമൂഹിക ക്ഷേമ പദ്ധതികളിലൂടെ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ ഉൾപ്പെടെയുള്ളവർക്കും പ്രത്യേക സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ ഈ പദ്ധതിയിലും ഉൾപ്പെടാൻ സാധിക്കാതിരുന്നവർക്ക് ആദ്യമായാണ് സർക്കാർ നേരിട്ട് സഹായം നൽകുന്നത്. സാമൂഹിക സുരക്ഷയുടെ പരിധി വിപുലീകരിക്കുന്ന നടപടിയെന്ന നിലയിലാണ് ഇതിന് വിലയിരുത്തുന്നത്. അതേസമയം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിച്ചതും ശ്രദ്ധേയമായ തീരുമാനമായിരുന്നു. വർഷങ്ങളായി അലവൻസ് വർധന ആവശ്യപ്പെട്ടിരുന്ന ആശാവർക്കർമാർക്ക് ഈ തീരുമാനം വലിയ ആശ്വാസമായി. കൂടാതെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ ഒരു ഗഡുവും അനുവദിച്ചു. ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ആവശ്യങ്ങൾക്കുള്ള പ്രതികരണമായാണ് ഈ നടപടി വന്നത്. ഇതെല്ലാം വിലയിരുത്തുമ്പോൾ വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ ഇതിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ശക്തമാകുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വർധന ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വിലക്കയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക വീണ്ടും ഉയർത്താനുള്ള സാധ്യത സർക്കാർ തള്ളിക്കളയുന്നില്ലെന്നാണ് സൂചനകൾ. അതോടൊപ്പം തന്നെ ഏറെ വിവാദമായ പങ്കാളിത്ത പെൻഷൻ സംവിധാനം പിൻവലിച്ച് പുതിയൊരു പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുമോ എന്നതും നിർണായക ചോദ്യമാണ്. സർക്കാർ ജീവനക്കാരെയും ഭാവിയിലെ ജീവനക്കാരെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ ഈ വിഷയത്തിൽ ബഡ്ജറ്റിൽ വ്യക്തമായ തീരുമാനം വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു പ്രഖ്യാപനമാണ് ശമ്പള പരിഷ്കരണം. ശമ്പള കമ്മീഷൻ വഴിയല്ലാത്ത മറ്റൊരു സംവിധാനത്തിലൂടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ശമ്പള വർധനയോടൊപ്പം അലവൻസുകളിലും മാറ്റങ്ങൾ വന്നാൽ അത് വലിയൊരു വിഭാഗത്തിന് നേരിട്ട് ഗുണമാകും. ഈ എല്ലാ തീരുമാനങ്ങൾക്കും പിന്നിൽ ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ ആശയവിനിമയങ്ങളാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും മന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്താമെന്നതാണ് പ്രധാന ചർച്ചാ വിഷയം. ചുരുക്കി പറഞ്ഞാൽ വരുന്ന ബഡ്ജറ്റ് ഒരു സാധാരണ ബഡ്ജറ്റായി മാത്രം ഒതുങ്ങില്ല. പെൻഷൻ, ശമ്പളം, സാമൂഹിക സഹായങ്ങൾ, സർക്കാർ ജീവനക്കാർ, പാവപ്പെട്ട കുടുംബങ്ങൾ എന്നിവയെല്ലാം കേന്ദ്ര ബിന്ദുവായുള്ള ഒരു ജനകീയ ബഡ്ജറ്റായിരിക്കും ഇതെന്ന് സൂചന നൽകുന്നു. ബഡ്ജറ്റ് വരുന്നതോടുകൂടി എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്